Sun, sand and motorcycle. What else if it is an Interceptor 650? It's all about humanity. About humanity. It's all about humanity. Welcome to yet another episode of MIT. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ അടുത്തായി റോയൽ എൻഫീൽഡ് ഇറക്കിയ ഇന്റർസെപ്റ്റർ 650 BS6 വേരിയന്റ് ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഈ ഒരു വേരിയന്റിന്റെ ഓൾറൗണ്ട് റിവ്യൂവും, പിന്നെ ഈ വണ്ടി വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 2018 ശരിക്കും റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്റർ 650 നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. അന്ന് BS4 ആയിരുന്നു. ഇപ്പോൾ BS6 ഇറക്കിയിരിക്കുകയാണ്. അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഓവറോൾ നമ്മൾ ഈ വണ്ടിയുടെ ഒരു റിവ്യൂ നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മെക്കാനിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് യാതൊരു വിധത്തിലുള്ള സ്ലൈറ്റ് ഡിഫറൻസസ്, പൊല്യൂഷൻ നോംസും അങ്ങനത്തെയുള്ള ഫാക്ടേഴ്സ് ഒഴിച്ച് ഈ വണ്ടിയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല അവർ. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഈ ഇന്റർസെപ്റ്റർ 650യുടെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 648cc ഓയിൽ ആസ് വെൽ ആസ് എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. ഒരു പാരലൽ ട്വിൻ എഞ്ചിനാണ്, സ്മൂത്താണ്, അതുപോലെ നല്ല സൗണ്ടിങ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. പിന്നെ നല്ലൊരു എഫിഷ്യൻസിയാണ് ഈ 650 നമുക്ക് തരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ പവർ ഫാക്ടേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. അതായത് BS4 മോഡലിൽ വരുന്ന 48 HP ആണെങ്കിൽ നമുക്കിതിൽ സ്ലൈറ്റ് പോയിന്റ് ഡിഫറൻസ് മാത്രമാണ് ഈ ഒരു വേരിയന്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ടോർക്കായാലും 52 എന്ന ടോർക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ പ്രൈസാണ്. അറ്റ്ലീസ്റ്റ് 10,000 ഡിഫറൻസ് മാത്രമാണ് ഈ ഒരു പുതിയൊരു ഇന്റർസെപ്റ്റർ BS6 മോഡൽ. ഈ ഒരു മോഡലിന്റെ പ്രൈസ് പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു കളേഴ്സ് ആണ്. ഈ ഒരു കളർ എന്ന് പറയാന്ന് വെച്ചാൽ ബേക്കർ എക്സ്പ്രസ് ആണ്. ഇതിന്റെ ടോപ്പ് എൻഡ്, അതായത് ഏറ്റവും കൂടുതൽ വില വരുന്നത് ക്രോം മോഡലിലാണ് ഇന്റർസെപ്റ്റർ 650യുടെ. ഇനി നമ്മൾ പറയുന്നത് ഈ ഇന്റർസെപ്റ്ററിൽ നമ്മൾ ചെയ്തേക്കുന്ന കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ്. ഒന്നാമത്തത് ഈ എഞ്ചിനോട് ചേർന്ന് നിൽക്കുന്ന ക്രാഷ് ഗാർഡ് ഉണ്ട്, പിന്നെ റേഡിയേറ്റർ ഗാർഡ് ഉണ്ട്, അതുപോലെ തന്നെ സം ഗാർഡ് ഉണ്ട്. ഇനി നമുക്ക് ഈ ഇന്റർസെപ്റ്ററിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് നോക്കാം. ക്ലാസിക് ബ്രിട്ടീഷ് മോഡലായ റോഡ്സ്റ്റർ മോഡലിന്റെ ഒരു ഡിസൈനാണ് ഇന്റർസെപ്റ്റർ 650യുടെ ടാങ്കിന് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ടിയർ ഡ്രോപ്പ് ഡിസൈൻ ആണ് ഈ ടാങ്ക്. ഈ ടാങ്കിന്റെ കപ്പാസിറ്റി 13 ലിറ്റർ ആണ്. അടുത്തായി നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് നോക്കാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഇത് ഒരു ട്വിൻ പോൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. ഇതിൽ നമുക്ക് ടൈം ഉണ്ട്, അതുപോലെ തന്നെ ടൈം ഡിസ്പ്ലേ ഉണ്ട്, ഫ്യൂൽ ഗേജ് ഉണ്ട്, അതുപോലെ ഓഡോമീറ്ററും RPM മീറ്ററും ഉണ്ട്. ഇതിന്റെ ഒരു ബ്ലൂ ഇലുമിനേഷനാണ് രാത്രി നമുക്ക് കിട്ടുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടിഫുൾ ഫാക്ടർ. ഇനി ഇന്റർസെപ്റ്റർ 650യുടെ സീറ്റ് പോർഷനിലേക്ക് വരുമ്പോൾ ഇതൊരു നല്ല ലെങ്തി ആയിട്ടുള്ള സീറ്റാണ്, അതുപോലെ നല്ല ഡിസൈനാണ്, വെൽ കുഷ്യൻഡ് സീറ്റാണ്. അതുപോലെ ഇതിപ്പോൾ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഡയമണ്ട് ഡിസൈനാണ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സീറ്റിന്റെ ട്രാവലിംഗ് കംഫർട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ, അതായത് ഒരു ലോങ് ടൂറൊക്കെ പോവുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് നല്ല കംഫർട്ടായിട്ട് റൈഡ് ചെയ്യാം. ഇത് നമ്മൾ സീറ്റിലേക്ക് കടക്കുമ്പോൾ ഇതൊരു സിംഗിൾ സീറ്റാണ്, ഡയമണ്ട് സ്റ്റിച്ച് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൈഡർക്ക് എഫേർട്ട്ലെസ് ആയിട്ട് എത്ര ദൂരം വേണമെങ്കിലും പോകാൻ പറ്റുന്ന ഒരു പൊസിഷനിങ് ആണ് ഇതിൽ സീറ്റിങ്ങിനായാലും കൊടുത്തിരിക്കുന്നത്. അതുപോലെ പില്ലിയനായിരിക്കും കുറച്ചുകൂടി ഡിസ്കംഫർട്ട്. നമുക്ക് ഈ സീറ്റിൻ്റെ ഡിസൈൻ നോക്കാം. സീറ്റിൻ്റെ ഡിസൈൻ ഒരു സിംഗിൾ സീറ്റാണ്, അതുപോലെ ഡയമണ്ട് സ്റ്റിച്ചിങ് ഡിസൈനൊക്കെ ഈ ഒരു സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൈഡറെ സംബന്ധിച്ചിടത്തോളം വളരെ എഫേർട്ട്ലെസ് ആയിട്ട് എത്ര ഡിസ്റ്റൻസ്, സിറ്റി റൈഡായാലും ലോങ് റൈഡായാലും ഒരു റൈഡർക്ക് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഓടിക്കാൻ പറ്റിയൊരു പൊസിഷനിങ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു റേഷ്യോ ഒക്കെ വളരെ കൺവീനിയൻ്റ് ആണ് റൈഡറെ സംബന്ധിച്ചിടത്തോളം. അതേസമയം പില്ലിയണിലേക്ക് വരുമ്പോഴാണ് ഒരു ഡിസ്കംഫേർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പില്ലിയൺ ഓൾവേസ് ഒരു സിറ്റി റൈഡായാലും ലോങ് റൈഡ് പോകുമ്പോഴായാലും വളരെ ഡിസ്കംഫർട്ട് ആയിരിക്കും. കുറച്ചൊരു സ്ലൈറ്റ് എലിവേഷൻ കൊടുത്തിരുന്നെങ്കിൽ അതൊരു വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു പില്ലിയൺ.
അതുപോലെ നമുക്ക് റിയർ ഫുഡ് പെക്കിൻ്റെ പൊസിഷൻ നോക്കാം. റിയർ ഫുഡ് പെക്ക് എക്സോസ്റ്റ് ആയിട്ട് വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഒരു സിറ്റി റൈഡൊക്കെ പോകുമ്പോൾ ഒരു ജീൻസും ഷൂ മസ്റ്റാണ്. അല്ലെങ്കിൽ നല്ലൊരു ഇത് എക്സോസ്റ്റ് നല്ലൊരു ഹീറ്റ് കാരണം പിലിയൺ വളരെ ഡിസ്കംഫർട്ടായിരിക്കും. ഒരു സംശയമില്ലാതെ തന്നെ പറയാം, റോയൽ എൻഫീൽഡ് എത്ര നാൾ ഇറക്കിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രീമിയം ക്വാളിറ്റി എല്ലാ പാർട്സിലും കൊടുത്തിരിക്കുന്ന ഒരു വെഹിക്കിൾ, ഒരു മെഷീൻ തന്നെയാണ് നമ്മുടെ ഇൻ്റർസെപ്റ്റർ 650. അതായത് നമ്മൾ കേബിളോട്ട് സ്വിച്ച് എടുക്കുകയാണെങ്കിൽ ഈ ബൈക്കിൻ്റെ ഓരോ പാർട്സിനും കൊടുത്തിരിക്കുന്ന ഫിനിഷും നല്ല സോളിഡ് ആയിട്ടുള്ള സ്വിച്ചസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പഴയ റോയൽ എൻഫീൽഡിലൊക്കെ കണ്ടിട്ടുള്ളതുണ്ടല്ലോ, ഓയിൽ ലീക്കേജ് എന്നിങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഈ ഒരു ഇൻ്റർസെപ്റ്ററിൽ വന്നിട്ടില്ല. അതുപോലെ സ്ലിപ്പർ ക്ലച്ച് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റ് വളരെ വാട്ടർ സ്മൂത്തായിട്ട് തന്നെ പോകും. അതായത് ഹൈവേ റൈഡായാലും നമ്മുടെ സിറ്റി റൈഡായാലും എപ്പോഴായാലും നമുക്ക് നല്ല സ്മൂത്ത് റൈഡിങ് ആയിരിക്കും, അതുപോലെ കംഫർട്ടും. ഇത്രയാണ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്. ഇനി അടുത്ത് പറയാനുള്ളത് ഇൻ്റർസെപ്റ്ററിൻ്റെ ഒരു ഇമ്പ്രൂവിങ് ഏരിയാസാണ്. അതായത് മുന്നേ പറഞ്ഞ പോലെ തന്നെ പിലിയൻ ഡിസ്കംഫേർട്ട് ഉണ്ട്. അതുപോലെ റിയർ ഷോക്ക് അബ്സോർബർ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി ഒന്ന് ലോഡാക്കിയെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടാണ് ബോത്ത് ഫോർ റൈഡേഴ്സ് ആൻഡ് പിലിയൻ. നമ്മളൊരു ഒഴിഞ്ഞ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വെച്ചാണെങ്കിൽ നല്ലൊരു ബോട്ടം ടു ടോപ്പ് മൂവ്മെൻറ്റ് കാരണം റൈഡർക്കായാലും പിലിയനായാലും നല്ല ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടാങ്ക് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ 13 ലിറ്ററാണ് ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഒരു 650cc മെഷീനിന് ഈ ഒരു ഇൻ്റർസെപ്റ്റർ നൽകുന്നത് 21 km/ലിറ്ററാണ് ഇതിൻ്റെ മൈലേജ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഒരു റീഫ്യൂലിംഗ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീഫ്യൂൽ ചെയ്യേണ്ടി വരും. അതൊരു ഇഷ്യൂ ആയി തന്നെ തോന്നുന്നു. പിന്നെ അടുത്തത് ഇതിൻ്റെ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റിൻ്റെ മുന്നേ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി ഒരു ത്രോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ഫിനിഷിങ് തന്നെ കിട്ടിയാണ് ഈ ഒരു മെഷീനിൽ. പിന്നെ അടുത്ത മേജർ ഫാക്ടർ ഇതിൻ്റെ ഒരു വെയിറ്റാണ്. വെയിറ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 200+ ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. സോ ഒരു ടൈറ്റ് പാർക്കിംഗ് സ്പോട്ടിൽ ഇത് പാർക്ക് ചെയ്ത് നമുക്ക് ഇറക്കേണ്ട സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഒരു നല്ലൊരു പ്ലാൻ ഫുട്ടായിട്ട് നിൽക്കാൻ പറ്റുന്ന ആൾക്കാണ് ഇത് കൂടുതലായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇമ്പ്രൂവിങ് ആയിട്ടുള്ളൊരു ഏരിയ നമുക്ക് തോന്നിയത്. ഇതൊന്ന് പരിഹരിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഈ വണ്ടി ഫുള്ളി സാധനം തന്നെയായിരിക്കും. ഇനി നമുക്ക് പറയേണ്ടത് ഇൻ്റർസെപ്റ്ററിൻ്റെ ഹെഡ് ലാമ്പിനെ കുറിച്ചാണ്. ഇതൊരു റൗണ്ട് ഹാലോജൻ ഹെഡ് ലാമ്പാണ്. നമുക്കിതിലൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഹൈബീമിൻ്റെ ത്രോ വളരെ കുറവാണ്. അതൊരു ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് ഹെഡ് ലാമ്പിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് ഇൻ്റർസെപ്റ്ററിൻ്റെ ബ്രേക്കിംഗ് ഫിഗേഴ്സാണ് പറയുന്നത്. ഇതിൽ വരുന്നത് ഡ്യുവൽ ചാനൽ ABS ആണ്. 320mm ഫ്രണ്ട് ഡിസ്കും 240mm റെയർ ഡിസ്ക്കുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റാണ് റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്ററിന് കൊടുത്തിരിക്കുന്നത്. ഒരു 3 ഫിഗേഴ്സ് നമ്മൾ ക്രൂയിസ് ചെയ്യാൻ വെച്ചാലും നമുക്ക് യാതൊരു ബ്രേക്കിങ്ങിൻ്റെ ഒരു സ്ലിപ്പറി ഒന്നും ഫീൽ ചെയ്യില്ല. പെർഫെക്റ്റ് ബ്രേക്കിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം തന്നെ ഇതിൻ്റെ ടയർ വന്നിരിക്കുന്നത് പിറലിയുടെ ആണ്. ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് ഇതിന് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്രേക്കിംഗ് കാലിപ്പർ വന്നിരിക്കുന്നത് വൈബ്രേഡ് ആണ്. അപ്പോൾ നമ്മളൊരു ലോങ് ട്രാവലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ആൻറ്റി റസ്റ്റ് കോട്ടിങ് ഇതിന് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നല്ല ലൈഫ് കിട്ടുന്നതായിരിക്കും. ഇൻ്റർസെപ്റ്ററിൻ്റെ ഒരു നമുക്ക് റൈഡിങ് റിവ്യൂ എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റ് ആണ്, ഔട്ട് ഓഫ് ദ വേൾഡ്. ഇതിൻ്റെ ഒരു വൈഡ് ഹാൻഡിൽ ബാറും പിന്നെ റൈഡർക്ക് തരുന്ന കോൺഫിഡൻസും ആ സീറ്റിംഗ് പോസ്റ്ററും റൈഡർക്ക് ഒരു എഫേർട്ട്ലെസ് ആയിട്ടുള്ള ക്രൂയിസിംഗ് ആണ് ഇൻ്റർസെപ്റ്റർ 650 വരുന്നത്. ഇതിൻ്റെ മെയിൻ ഒരു സഡൻ അപ്സർജാണ് ഇനീഷ്യലി വരുന്നത്. പക്ഷേ അത് റൈഡർക്ക് ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാകുന്നില്ല. പിന്നിലിരിക്കുന്ന ആൾക്കാരിക്കും കുറച്ചുകൂടി വലിച്ചിട്ട് ബാക്കിലോട്ട് തള്ളിച്ച് തോന്നിക്കുക. അല്ലാതെ മിഡ് റേഞ്ച് പിന്നെ അവിടെ മിഡ് റേഞ്ചിലൊക്കെ പോകുമ്പോൾ വണ്ടി സ്മൂത്താണ്. 120 km/h മിഡ് റേഞ്ച്. ആ ഒരു റേഞ്ചിൽ വണ്ടി ഈസിയാണ് പോകാനായിട്ട്. പിന്നെ 150+ ആണ് ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് ആ ഒരു കാറ്റഗറിയിലേക്ക് പോകുന്നത്. 150+, 160+ലൊക്കെ പോകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ചെറിയ വൈബ്രേഷൻ, സ്ലൈറ്റ് വൈബ്രേഷൻ. പിന്നെ നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് U-turn ഒക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടും. പിന്നെ പറയാനുള്ളത് ഈ ഒരു 650cc പാരലൽ ട്വിൻ സിലിണ്ടർ തരുന്ന ഒരു 650cc കാറ്റഗറി വണ്ടിയാണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ട് കിട്ടുന്നത് ഇൻ്റർസെപ്റ്റർ 650 തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി അഗ്രസീവ്നെസ് വേണമെങ്കിൽ റൈഡിങ് പൊസിഷനൊക്കെ ആണെങ്കിൽ ഗോ ഫോർ കോണ്ടിനെൻ്റൽ GT. ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 500 km ഞങ്ങൾ ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഇതിനപ്പുറം നിങ്ങളുടെ സജഷൻസും താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സോ ഐ എം സൈനിങ് ഓഫ്. താങ്ക് യു.